അവിടെ എത്തണം. അതാണ് അതിൻ്റെ ഒരു ഇത്. വളരെ ഭയങ്കര ഡിസിപ്ലിനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, അത് അങ്ങനെയാണ് അതിന് ചെയ്യേണ്ടത്. വേറെ വിശേഷം? പുതിയ ഉദ്ഘാടനങ്ങൾ വേറെ ഇതല്ലാതെ ഉണ്ട്. വേറെ ഇതുണ്ട്. സിനിമ വന്നിട്ടുണ്ട്. സുമതി വളവ്, യുബു ജേക്കബ് സാറിന്, ജോർജ് സാറിന് പറഞ്ഞിട്ടുണ്ട്. മാത്യുവിന്റെ പടം, ബാലചേട്ടന്റെ പടം. ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത എല്ലാം കിട്ടി. അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം വന്ന് ഉണ്ണിക്കണ്ണൻ 4ാം ക്ലാസ്സുകാരനെ ആലോചിച്ചാൽ മതി. വിജയ് സാറ് പറയണമല്ല, പോറ വഴി നിങ്ങൾ കറക്റ്റ് എതിർക്കരുതില്ലേ, വികിലേക്ക് അപ്പം മുഖ്യം. എന്ത് പ്രശ്നം വന്നാലും എന്നെ കൊണ്ടൊരാൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, എന്നെ നോക്കി ഞാൻ 117 കിലോ ഉണ്ട്, തീറ്റാ പറ്റി പോയി വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഡാമെന്ന് അച്ഛൻ മീൻ കൊണ്ടുവരും. അതും കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഒരു 5 മണിക്ക് അലറം വെച്ചിട്ട് 1 മണിക്കൂറും കൂടെ കിടക്കാം. എന്താണ് 6 മണിക്ക് എണിക്കാം. അങ്ങനെ പറഞ്ഞ ലോട്ടറി പോലെ നാളെ എണിച്ചാൽ തടി കുറയില്ല. വർക്കൗട്ട് ചെയ്ത് എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളതിന് പരിശ്രമിച്ച ദൈവം ഒരാളത് കാണും. വിജയണ്ണനെ കാണാനുള്ള ആഗ്രഹം പലരും കളിയാക്കിയെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം പല അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കളിയാക്കുന്നതോട് എന്താ പറയാനുള്ളത്? കളിയാക്കുന്ന പറയാം. അവർക്ക് ആദ്യം ഉണ്ണിക്കണ്ണൻ എന്താണെന്ന് അറിയില്ല, വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്തെന്നാണ്. ഞാൻ വലിയ ആൾക്ക് വലിയ അവരിനോട് അഭിനയിക്കാൻ എനിക്ക് പറ്റി, പടത്തിൽ ഭാഗമാകാൻ പറ്റി. കളിയാക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, അവര് ഇതേപോലെ ഇറങ്ങിത്തിരിക്കുക. അവർക്കൊരു അവസ്ഥ വരുമ്പോൾ അവര് കളിയാക്കിയത് കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടത്. നമ്മൾ വൈറലാകാൻ വേണ്ടിയിട്ടില്ല, ആഗ്രഹം കൊണ്ട് ചെയ്യണം. ഈ ജീവിതം ഒന്നുള്ളൂ. ഈ നമ്മുടെ ശരീരത്തെ ആത്മാവ് ഏത് സമയത്തും ഒരു ബലൂണ് പൊട്ടും പോലെ ഉള്ളൂ. അതിപ്പോ നടന്ന വഴിയിൽ എന്ത് വേണേലും വരാം. അപ്പോൾ എൻജോയ് ചെയ്യും, പുഞ്ചിരിയായിരിക്കും. ദൈവം തന്നൊരു കൊച്ചു ജീവിതം, ഈ വലിയ സ്വർഗം പോലുള്ള ഇത് നമ്മൾ എന്ത് ആസ്വദിക്കണോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ലൈഫിൽ നേടണം പറഞ്ഞാൽ നേടുക. ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തി എല്ലാ കാര്യം മകന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടാണ് മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാവരും ഹാപ്പിയാണ്. ഇനിയിപ്പോ തമിഴ് സിനിമയിലേക്ക് വിജയണ്ണനെ കാണാനുള്ള ഇത് നടക്കുമോ? ഞാൻ പിന്നെ സൈക്കിളിൽ പോകുന്ന ഒരു അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൈക്കിളിൽ പോണ ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, എക്സസൈസിന് വേണ്ടിയിട്ട് വാങ്ങിയത്. വിജയണ്ണന്റെ ഇതെന്താ കാണാനുള്ള ചാൻസ്? അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ ഞാനൊരു കാര്യം അനൗൺസ് ചെയ്യാം. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഞാനിവിടെ നിന്നൊരു വലിയൊരു കാര്യം ചെയ്യാൻ പോണേ. എന്തായാലും അടുത്ത് തന്നെ വിജയണ്ണനെ കൂടി വന്ന 1-1.5 മാസം, അന്ന് 2 മാസം പറഞ്ഞാൽ ഒത്തിരി ഒന്നിതായി. 2 മാസത്തിനുള്ളിൽ അതിൻ്റെ മുന്നേ വിജയണ്ണനെ കാണും. വിജയണ്ണൻ എന്നെ വിളിക്കും. ഡയലോഗ് ഒന്നും വേണ്ട, സ്ക്രീനിൻ്റെ ബാക്കിൽ എന്തായാലും 69 ദൈവം നിങ്ങളൊക്കെ സപ്പോർട്ടും പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമുണ്ട്. എന്തായാലും അവിടെ എത്തും. ഉറപ്പാണ്. ഈ ലോകേഷ് കനകരാജൻ ഇനി ഒരു മൂവിയിലുണ്ടാവും. അത് എല്ലാം ഭാഗ്യം ദൈവത്തിൻ്റെ കയ്യിൽ. ഞാൻ പോയി കണ്ടിട്ടുണ്ടായി, എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായി, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നൊക്കെ ഭാഗ്യം. ഇവര് വിളിച്ചപ്പോൾ തന്നെ ഉദ്ഘാടനത്തിനോട് എത്തി അല്ലേ? ഇവര് വിളിച്ചത് തിരുവനന്തപുരത്തുള്ള ആർദ്ര ചേച്ചിയാണ് എന്നെ വിളിച്ചത്, ജനുവലിന്റെ പരസ്യം. അപ്പൊ അവര് വിളിച്ചു. ഇപ്പൊ ജനുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട അവരുടെ വർക്ക് മാത്രം എടുക്കുള്ളൂ. മുതലെടുക്കുന്നുണ്ട് ഇപ്പൊ കുറെ ആൾക്കാര്. അപ്പൊ അതൊരു പേടിയുണ്ട്. മുതലെടുക്കുക പറഞ്ഞാൽ പല കാര്യത്തിലും ആ പരിപാടി ഞാൻ ചെയ്യണില്ല. അവരെങ്ങനെ, അവർക്ക് എന്ത് കംഫർട്ടബിൾ അതിലാണ് നമ്മൾ പോണത്. ഞാനൊരു സാധാരണക്കാരനാണ്, അവരിൻ്റെ ഇതാണ് നമ്മൾ. ഇപ്പൊ അറിയുന്നവരും ജനുവനായിട്ടുള്ള വിളിച്ചാൽ മാത്രം പോകുള്ളൂ, എല്ലാവരും വിളിച്ചാൽ പോകില്ല, നോക്കി കണ്ടിട്ടേ പോകുള്ളൂ. ഈ ഷോപ്പിൽ മൊബൈൽ ഷോപ്പാണ് ഉദ്ഘാടനം ചെയ്യാൻ വളരെ സന്തോഷം. വളരെ ഷോപ്പിനെ കുറിച്ച് പറയാനുള്ളത്, എനിക്ക് മൊബൈല് പറഞ്ഞ എല്ലാം മൊത്തത്തിലെല്ലാം നമുക്ക് ഇഷ്ടമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചാൽ ഇവരിന് എല്ലാവർക്കും ഒരു നന്ദി. പിന്നെ ആർദ്ര ചേച്ചിക്കും പരിപാടിയാണ്. ഇതിപ്പോ 4-5ാമത്തെ ഇതാണ് പരസ്യം.